ഹലോ ഗൈസ്, ഇന്നൊരു സ്ലോ മോർണിംഗ് ആണ്. സ്കൂളൊക്കെ അടച്ചു, വെക്കേഷനായി. അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഇങ്ങനെ അഴഞ്ഞുള്ള ഒരു മോർണിംഗ് ആണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ നമുക്കിന്ന് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇവിടെ നമുക്കൊരു 2-3 നേന്ത്രപ്പഴം ഇരിപ്പുണ്ട്. സോ ഇതും എഗ്ഗും വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ഇന്ന് ഗ്യാസിലല്ല കേട്ടോ, കാരണം നമ്മുടെ ഗ്യാസിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ദിസ് ഇസ് നമ്മുടെ പുതിയ ഇൻഡക്ഷൻ. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഓണാക്കി കാണിച്ചു തരാം. യെസ്, ഇതിന് മേലെ നമ്മൾ എന്തെങ്കിലും പാത്രം വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിത് കാര്യമായിട്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ, എങ്കിലും നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതിൻ്റെ പാല് തിളപ്പിക്കാൻ നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്ന ഒരു ബട്ടൺ. ഇതിൽ 8 ഫങ്ഷൻസോ മറ്റോ ഉണ്ട്. ഇപ്പോൾ മിൽക്ക് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം പഠിച്ചു വരുന്നുള്ളൂ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. കാരണം അവിടെ ഒരാളെ ഞാൻ ഉറക്കൊക്കെ എടുത്തിരിക്കുകയാണ്. എപ്പോഴാണ് എഴുന്നേൽക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് ഇതൊന്നും നടക്കില്ല ഇപ്പോൾ. സോ നമുക്ക് ഈ ബനാനയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നമ്മുടെ പഴം, നേന്ത്രപ്പഴം കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പഴം ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കാം. സോ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പരുവം ഇരിക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് വന്നിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാം. മൈ കോഫി ഈസ് റെഡി. സോ ഇനി ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, ബൈ.